നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യം. മാതാപിതാക്കളായ നമുക്ക് അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പാരൻറ്റിങ് ഈസ് എ ജേർണി. അത് ഒരുപാട് റിവാർഡ്സ് നമുക്ക് കൊണ്ടുതരും, വളരെ സാറ്റിസ്ഫാക്ഷനും ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ പല സമയങ്ങളിലും ഇതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു യുവർ ചൈൽഡ്സ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ കുട്ടികളുടെ മാനസിക ആരോഗ്യം ഉറപ്പാക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് ഏറെ സന്തോഷം, അതോടൊപ്പം തന്നെ ഒരു വലിയ പരീക്ഷണവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മളത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ ഒക്കെ ലെവലിലുണ്ടാകുന്ന സ്ട്രഗിൾസ് പലപ്പോഴും ഇത് നോർമലാണോ എന്ന് പാരൻസ് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ടീനേജ് സ്ട്രഗിൾസ് നോർമലാണോ, അതോ ഇത് ദൈർഘ്യമേറിയ ഒരു പ്രശ്നമാണോ, എപ്പോഴൊക്കെ നിങ്ങളിത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റെഡ് ഫ്ലാഗ്സ് തിരിച്ചറിയാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ചില മാർഗങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടീനേജേഴ്സിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 3 signs of mental health concerns in kids and especially teens mental health. First, changes in appetite. കുട്ടികളുടെ ഭക്ഷണം രീതികൾ പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ അത് കൂടുതലോ കുറവോ ഭക്ഷണം കഴിക്കുന്ന ഒരു ലെവലിലേക്ക് പോവാം. ഇതൊരു ഏർലി സൈനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയർലി 29 മില്യൺ അമേരിക്കൻസ് അവർക്ക് ഒരു ഈറ്റിംഗ് ഡിസോർഡേഴ്സിലൂടെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കുട്ടികളിൽ അതിൽ ആദ്യ സൂചനകൾ കാണുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ ഭക്ഷണ രീതികളിലുള്ള ക്രമക്കേടുകളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്. നമുക്കറിയാം, ടീനേജ് ഒരു പ്രായത്തിൽ കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കരയുക, ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് വലിയ ഇമോഷൻസ് നോർമലാണ്. പക്ഷെ അതനുസരിച്ച് തന്നെ നിരന്തരം ആവർത്തിച്ച് അതവർ പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ നിരന്തരം കരയുക, സോഷ്യൽ സിറ്റുവേഷൻസിൽ നിന്ന് മാറുക, കോൺസ്റ്റൻറ്റ് നമ്മുടെ ഒരു പ്രസൻസൊക്കെ അവർക്കൊരു പ്രഷറായിട്ട് തോന്നുക, അവരുടെ സ്ട്രഗിൾസ് ആയിരിക്കാം അവർ ഈ പല രീതിയിൽ നമ്മളോട് പ്രകടിപ്പിക്കുന്നത്, പക്ഷെ നമ്മളത് തിരിച്ചറിയാണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഫീലിങ്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പ് ആവശ്യമായിരിക്കാം. അപ്പോൾ ഇവരുടെ ഔട്ട് ബോസ്റ്റിംഗ് അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് പെട്ടെന്നുള്ള രീതിയിൽ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. തേർഡ്, അൺയൂഷ്വൽ ബിഹേവിയർ പാറ്റേൺസ്. ചിലപ്പോൾ അവരുടെ ഉറക്കത്തിൽ പെട്ടെന്നൊരു പാറ്റേൺസിൻ്റെ ഒരു വ്യത്യാസം കാണും. ചിലപ്പോൾ ഒരുപാട് കിടന്നുറങ്ങുന്നു, ചിലപ്പോൾ തീരെ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ നിന്ന് വിഡ്രോവൽ ആകുന്നു. അവർ ഫ്രണ്ട്സിനെ കാണാനോ ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അത്ര താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്. ഇത്തരത്തിലുള്ള അൺയൂഷ്വൽ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്. ചില സമയങ്ങളിൽ കുട്ടികൾ അവരെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് ആക്ട് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡീപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. ഇവരോട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇതവരുടെ ഒരു വാർണിംഗ് സൈനാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ കുട്ടി ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വാർണിംഗ് സൈൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലൂടെ കുട്ടികൾ പോകുമ്പോൾ ഇവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ്. അത് പെട്ടെന്ന് നമ്മളിത് പറഞ്ഞാലും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും കുട്ടികൾ നമ്മളോട് കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു ബ്ലെയിമിങ് ഒഴിവാക്കാം, അവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാം, ക്രിറ്റിസിസം ഒഴിവാക്കി ജഡ്ജ്മെൻറ്റ് ആവാതെ അവരെ കേൾക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് വൈ ആർ യു ആക്ടിങ് ഔട്ട്, അല്ലെങ്കിൽ എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഈസ് ദെയർ സംതിങ് ഇൻ യുവർ മൈൻഡ് എന്നൊരു ചോദിക്കുന്ന ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനിലൂടെ അവർ കൂടുതൽ നമ്മളോട് കംഫർട്ട് ആവുകയും തുറന്ന് സംസാരിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ളതും
അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സേഫ് സ്പേസ് ആയിട്ട് അവർ മനസ്സിലാക്കും എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ പാരൻറ്റിങ്, അതായത് നമ്മുടെ അവരുടെ ദേഷ്യവും ഫ്രസ്ട്രേഷൻസും ഒക്കെ കാണിക്കുമ്പോൾ അത് നമ്മളെ ട്രിഗർ ചെയ്യാതെ അത് അവർ എന്തോ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു മൈൻഡ്ഫുൾ പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് പാരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. അവരോടുള്ള ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ ആയിരിക്കുക. അവർ ദേഷ്യപ്പെടുമ്പോൾ അതിനോടൊപ്പം തന്നെ അവർക്ക് ക്രിട്ടിസൈസ് ചെയ്ത് അവരോട് ദേഷ്യപ്പെടാതെ എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ളൊരു റൂട്ട് കോസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സഹായം തേടാവുന്നതാണ്. ടീനേജേഴ്സിൽ ആൻസൈറ്റിയും ഡിപ്രഷൻസും ഒക്കെ വരുന്നത് വളരെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. അത് നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ആസ് എ പാരൻറ്റ് സപ്പോർട്ട് ഈസ് ഓൾവേസ് സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് നല്ല മാനസിക ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ, ബാലൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.